ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിൽ ഇപ്പം ഇന്നിരിക്കുന്നുണ്ടോ നല്ല അടിപൊളി ഞണ്ടാണ്. അപ്പം നമ്മളിന്ന് ഞണ്ട് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പൊതുവേ എല്ലാവർക്കും അറിയില്ല, ഇതിൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ എന്തായാലും പറഞ്ഞുതരാം. നല്ല അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും കണ്ടോ. ഞണ്ട് ക്ലീൻ ചെയ്യാനേ വളരെ എളുപ്പമാണ്. അതേ മേൽവശം ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ തന്നെ ആ തോടിഞ്ഞ് ഇളകി വരും. എന്നിട്ട് എൻ്റെ സൈഡിലായിട്ട് ഫിൽട്രേഷൻ പോലുള്ള നമ്മുടെ ചെകിള എന്ന് പറയുന്ന ഒരു സംഭവം പോലുള്ള ഇതുണ്ട്. അത് നമുക്ക് മെല്ലെ കട്ടി വളരെ കുറവാണ്, കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഇളകി വരും. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് വലിപ്പമുള്ള കാലില്ലേ, അത് സെപ്പറേറ്റ് ആദ്യമേ അങ്ങ് ഒടിച്ചു മാറ്റുക. അപ്പം അത് ചിലപ്പം നല്ല കട്ടിയാണെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക. ഇത് നമ്മുടെ ഞണ്ട് അത്യാവശ്യം വലിയ വലിപ്പമുള്ളതല്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നിട്ട് പിന്നെ നമ്മുടെ സൈഡ് ഭാഗം വൃത്തിയായിട്ട് ഏതെങ്കിലും നല്ല കത്രിക ഉണ്ടെങ്കിൽ അതുകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പം പരിപാടി പെട്ടെന്ന് തീരും. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു മഞ്ഞ കളറുള്ള ഒരു സംഭവമുണ്ട്. ഇത് മെയിലാണ്. അപ്പം മെയിലിൻ്റെ അകത്തുള്ള നമ്മൾ വലിയ രീതി അങ്ങനെ എടുക്കുന്നില്ല. ഫീമെയിലിൻ്റെ അകത്ത് നല്ല പരിഞ്ചിലുണ്ട്. അത് കഴിക്കാനായിട്ട് നല്ല ഇതാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഗ്രേവിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പം ചെറിയ രീതിയിൽ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ വെള്ളം ഒഴിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ ആ പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ ഇതിന് ക്ലീൻ ചെയ്ത് മാറ്റാനായിട്ട്, വേറെ ഒന്നുമില്ല. നമ്മൾ 2-3 വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകി മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം എന്നാൽ മാത്രമേ ഇത് വൃത്തിയാവത്തുള്ളൂ. അതുമല്ല ഇതിന് ഒരു ചെറിയൊരു മണമുണ്ട്. അപ്പൊ അതൊക്കെ മാറണമെങ്കിൽ നല്ല രീതിയിൽ ചെയ്യണം. ഞാൻ പറഞ്ഞുണ്ടോ, ഫീമെയിലിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇതാണ്. ഇതിന് നല്ലൊരു ഗോൾഡ് കളറിൽ ഇങ്ങനെ കാണും. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഫീമെയിലിന്റെ കാണുമ്പോഴത്തേന്. മെയിലിന്റെ ഒരു ലൈറ്റ് മഞ്ഞ കളറേ പൊതുവേ കാണാറുള്ളൂ. രണ്ടാം വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകുകയാണ്. രണ്ടല്ല, ഇപ്പം ഇതൊന്നും 3-4 ആയിട്ടുണ്ട്. വൃത്തിയായിട്ട് കഴുകി മാറ്റിയാൽ മതി. എത്ര വെള്ളം വേണമെങ്കിലും അവരവരുടെ താല്പര്യം അനുസരിച്ച് കഴുകാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇതിമേലുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ പിന്നെ ഇത് കാണത്തില്ല കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് മാറ്റിയേക്കുന്ന കേട്ടോ. ഇതിമേൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് മാംസം കാണത്തില്ല. നമ്മളിപ്പോൾ ഇതിനു വേണ്ടി എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ചുമന്നുള്ളി ചേർത്ത് എന്ന് പറഞ്ഞാൽ കൊച്ചുള്ളി, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ നമ്മുടെ പച്ചമുളക് അരിഞ്ഞത്, സവാള 1 അരിഞ്ഞത്, പിന്നെ തക്കാളി 2. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഞണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 750 ഗ്രാമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്ര ഐറ്റംസ് എടുത്തിരിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ അളവിലും വ്യത്യാസം വരുത്താമെന്നുള്ളതേ ഉള്ളൂ. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്യുക. കടുക് ഒന്ന് പൊട്ടി ഏകദേശം വന്നപ്പോൾ തന്നെ നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുത്തു. അതിലേക്ക് കൊച്ചുള്ളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ കൊച്ചുള്ളിയാണ് ഇടുന്നത്. കൊച്ചുള്ളി മാത്രം എടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ കൊച്ചുള്ളി മാത്രം എടുക്കാനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ശരിക്കും എടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ സവാളയുടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ സവാള ഓൾറെഡി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം സവാളയും കൊച്ചുള്ളി ആണെങ്കിലും പ്രശ്നമില്ല, സവാള മാത്രമാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അതിലേക്ക് ആവശ്യാനുസരണമുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഉപ്പ് ഓരോ ആൾക്കാർക്കും ഓരോരോ രീതിയിലുള്ള താല്പര്യമാണ്. നമ്മൾ ഓവറായിട്ട് ഇടുന്നില്ല. എന്തായാലും ആവശ്യാനുസരണമുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഉപ്പൂടൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേന് ഇത് പെട്ടെന്നൊന്ന് മൂപ്പിലേക്ക് അല്ലെങ്കിൽ ഒന്ന് കളർ മാറാനുള്ള ചാൻസസ് ഉണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 3 കീറിയ പച്ചമുളക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും ആവശ്യാനുസരണമാണ് എടുക്കേണ്ടത്. ഇത് ഓരോ ആൾക്കാരുടെ താല്പര്യമാണ്, എരിവെല്ലാം. കാരണം നമ്മൾ കുരുമുളക് കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പച്ചമുളക് 3 എടുത്തത്. നല്ല രീതിയിൽ എന്തായാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ചതച്ച് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ നല്ല മണം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും കേട്ടോ. നല്ല രീതിയിൽ അറിയാനായിട്ട് പറ്റും. അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണമുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ആകുമ്പോഴത്തേന് വെള്ളത്തിന്റെ ആ ഒരു പ്രസൻസ് നല്ല രീതിയിൽ വരും. അപ്പോഴത്തേന് വലിയ പ്രശ്നമില്ല, പെട്ടെന്ന് അടുക്കി പിടിക്കത്തില്ല. എന്നിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പം മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം കേട്ടോ. മാക്സിമം അടുക്കി പിടിക്കാത്ത രീതിയിൽ ഇളക്കാനായിട്ട് ശ്രമിക്കുക. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മസാലക്കൂട്ടില്ലേ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മസാലക്കൂട്ട്. എന്നിട്ട് അതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം പെട്ടെന്ന് അടുക്കി പിടിക്കുന്നതിന് മുമ്പേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ വെച്ച് താമസിപ്പിക്കരുത്, മാത്രമല്ല ഭയങ്കരമായിട്ട് തീ ഇടുകയും ചെയ്യരുത്. തീ മാക്സിമം കുറച്ചിട്ട് വേണം എപ്പോൾ ചെയ്താലും പൊടിവർഗ്ഗങ്ങൾ ഇടാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ചട്ടിയിൽ അടുക്കി പിടിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ചെയ്യുക. എന്നിട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ട്
നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ഞണ്ട് അതിലേക്ക് എന്തായാലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പിനോട് ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞണ്ടാവുന്നതുകൊണ്ട് പേടിക്കണ്ട, മിക്സ് ചെയ്യുന്നതിനകത്ത് യാതൊരു മടിയും കാണിക്കേണ്ട. നല്ല കട്ടിയുള്ള ആളാണ്, ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുക. ആവശ്യാനുസരണമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു റോസ്റ്റ് പരുവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം വെള്ളം ഞണ്ടിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. അപ്പോൾ ആവശ്യമുള്ള റോസ്റ്റിന്റെ കാര്യങ്ങൾക്ക് കുഴപ്പമില്ല. നമ്മൾ പാത്രം മൂടി വെക്കാം, കുറച്ച് നേരം എന്തായാലും വെക്കാം. ഏകദേശം ഇപ്പം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ആ തിളയും കാര്യങ്ങളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വേവാനിടും. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേന് ഏകദേശം പറ്റിയ ഒരു പരുവാവും. ഇനി കുറച്ച് വെള്ളം കൂടെ നിൽപ്പുണ്ട്. ഇതുകൂടെ ഒന്ന് വറ്റുന്നവരെ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല മണം എന്ന് പറഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ള മണം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഞണ്ട് റോസ്റ്റ് എന്തായാലും നല്ല പരുവായിട്ടുണ്ട് കേട്ടോ. റോസ്റ്റിൻ്റെ കറക്റ്റ് പരുവായിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രമുള്ള ഗ്രേവിയുടെ പരുവം കറക്റ്റായിട്ടുണ്ട്. കാരണം ഇത്രയെങ്കിലും ഗ്രേവി ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതിലേക്ക് നമ്മൾ നല്ല 2 കറിവേപ്പില വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ആവി കയറുമ്പോഴത്തേനും നല്ലതാവും. ഇച്ചിരി പച്ച വെളിച്ചെണ്ണയുടെ നമുക്ക് എന്തായാലും ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഞണ്ട് റോസ്റ്റും അതുപോലെ തന്നെ കള്ളപ്പവും ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഇതാ. ഇപ്പം ചൂടൊക്കെ ഏകദേശം ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഞണ്ട് കണ്ടോ, ഉള്ളത് കുറച്ച് മാംസമേ ഉള്ളൂ, ഭയങ്കര വലിയ സൈസൊന്നുമല്ല, പക്ഷെ നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കള്ളപ്പവും ഞണ്ട് റോസ്റ്റും സൂപ്പറാണേ. എൻ്റെ മോന് ഒരു രക്ഷയില്ല കേട്ടോ. ഉഗ്രനായിട്ടുണ്ട്. അപ്പം നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യുക. അതുവരേക്കും ബൈ.